ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിപ്പോൾ കറണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ, കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഫുഡ് വെക്കണോടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ ചിക്കൻ വാങ്ങിയതിൻ്റെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അത് ലേശരിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അര കിലോ അരി വെച്ചിട്ടോ, നമുക്കൊരു നേരം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുണ്ടാവും. പിന്നെ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഈ ബിരിയാണി മസാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മല്ലിച്ചപ്പ്, പുതിന ഉണ്ട്, നാരങ്ങ, പിന്നെ കുറച്ച് സവോളയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അരിഞ്ഞിട്ട് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എപ്പോഴാണ് കറണ്ട് പോകാന്നോ കറണ്ട് എപ്പോഴാണ് പണി വരാമെന്നോ ഒരു ഐഡിയ ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് മതി, ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട. ഇതാ ഇത്രയും മതി. നല്ലൊന്നും വേണ്ട, മതി. പച്ചമുളക്, ഒരു വലിയ തക്കാളി എടുക്കാം. തക്കാളി, അയ്യോ കണ്ണിൽ കരട് പോകും. ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കണം. ഒരു മിനിറ്റ് കേട്ടോ. ഇതൊക്കെ നമുക്ക് തോല് കളഞ്ഞിട്ട് വേഗം ചെയ്യാട്ടോ. ഇന്ന് ഫുള്ള് നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ഒരു കഥയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ആ സമയം കൊണ്ട് സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇവിടെ പുറത്തിരുന്നിട്ട്, മഴ ഇല്ലാത്തപ്പോൾ ഈ കൊലായിൽ കണ്ണ് കാണില്ല, ഇരുട്ടല്ലേ, കണ്ണ് കാണില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇല്ലല്ലോ. എന്നിട്ട് ഉമ്മറത്തേക്ക് കൊടുത്തിടും, മഴ ഇല്ലാത്തപ്പോൾ അങ്ങനെ അടിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോയി. പിന്നെ എപ്പോഴാണ് നമ്മൾ കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഉച്ചയ്ക്കൊക്കെ ഇങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. അമ്മ പോയിട്ടോ, അമ്മ രാവിലെ പോയി, നേരത്തെ പോയി. ഇനിയിപ്പോൾ അപ്പം കാലുകൊണ്ട് വയ്യാണ്ടായതുകൊണ്ട് കുറച്ച് ദിവസം നിന്നതാ. അല്ലെങ്കിൽ എത്ര ദിവസം ഒന്നും നിൽക്കൊന്നുമില്ല കേട്ടോ. കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ടല്ല, വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നിന്നതാണ്. അവിടെ 10 ദിവസം നിന്നിട്ടേ പെട്ടെന്ന് പോയപ്പോൾ എന്തോ പോലെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മഴക്കാലം പോണത്. പാടും തോടൊക്കെ ഇപ്പം ഒന്നാവും നിറഞ്ഞിട്ട്. കണ്ണുകുട്ടി പറയുന്നുണ്ട് എന്നാണ് കേട്ടോ. അല്ല, ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നിറഞ്ഞു. ഞങ്ങളോട് ഇപ്പം ഇന്ന് ചെല്ലു നോക്കാൻ പറഞ്ഞതാ. ഈ മഴയത്ത് ഇറങ്ങാൻ വേണ്ടി പറ്റണ്ടേ, നനയുമ്പോൾ മടിയാവുക. ഇനി ഒരു ദിവസം 2 ദിവസം കഴിയട്ടെ, ഒന്നിങ്ങോട്ട് മഴ മാറട്ടെ, എന്നിട്ട് പോവാം. നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു പിടിച്ച മഴ ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു ശമനം ഉണ്ടാവില്ലേ. ഇതിപ്പോ 2-3 ദിവസമായിട്ട് അതും ഉണ്ടായിട്ടില്ല. എന്ത് മഴയൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പ്, പെയ്യ പിന്നെ നിക്ക, പിന്നെയും പെയ്യും. കറണ്ട് അതിനനുസരിച്ച് പോകണോണ്ട് ഒരു കറണ്ടും. നമുക്ക് ഇവിടെ പൈപ്പൊക്കെ ലീക്കുള്ള കാരണേ മോട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് പോകും. പിന്നെ ഒട്ടുനോക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കോരാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമില്ലേ കിണറിൽ നിന്ന് തന്നെ. പിന്നെ നമുക്ക് കോരെങ്കിലും ചെയ്യാം, കോരിയിട്ടെങ്കിലും നമുക്ക് അന്നേക്ക്. ഇനിയിപ്പോൾ വെള്ളം പിടിച്ച് വെക്കണം, മഴക്കാലം ആയതുകൊണ്ടേ ബക്കറ്റിലെങ്ങാനും പിടിച്ച് വെക്കണം, കുടത്തിലും ബക്കറ്റിലുകളിലും. എന്നാൽ പെട്ടെന്ന് കറണ്ട് പോയാൽ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. പാത്രം കഴുകാനൊക്കെ നമുക്ക് മഴവെള്ളമെങ്കിലും അവിടെ പിടിക്കാമെന്ന് വിചാരിക്കാം, ഡ്രമ്മെങ്ങാനും വെച്ചിട്ട്. പെയ്തു 2ാമത് കേട്ടോ, പെരുമഴ. കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും. നമ്മുടെ എന്താണ് എന്താ പറയാ, ഈ എമർജൻസിയിൽ കറണ്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മഴ എത്ര പെയ്താലും കുഴപ്പമില്ല അല്ലേ ബുജുവിനെ? അതെ, സുഖം. ഇത് മഴ ചാറുമ്പോഴേക്കും കറണ്ട് പോവും. ഒരു ദിവസമൊക്കെ വരാണ്ടിരിക്കണേ. ഇപ്പൊ രാത്രി പോയാൽ പിറ്റേ ദിവസം 6 മണി 7 മണിക്ക് വരാൻ വേണ്ടിയിട്ട്. അതാണുള്ള ബുദ്ധിമുട്ടേ. KCBക്ക് വിളിച്ചെടുക്കുവോ? അത് എപ്പോഴും അതും അങ്ങനെയല്ല, കറണ്ട് വന്നിട്ട് വൈഫൈ ഒന്ന് കണക്ട് ആവുമ്പോഴേക്കും പിന്നെയും പോകും. ഇന്ന് വേഗാലത്തെ വീഡിയോ ഇടാൻ വേണ്ടിപ്പെട്ട പാട് ചില്ലറൊന്നും അല്ല.
ഇനി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. പേര് മഴ പെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കില്ല. മഴയുടെ സൗണ്ടും ചീവീട്ടിൻ്റെ സൗണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ കേൾക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറണ്ട് പോകുന്നതിന് മുന്നേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. കറണ്ട് എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു ഇവിടെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. നമ്മളിന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് വെക്കുന്നത്, കുക്കർ ബിരിയാണി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്, പക്ഷേ എന്താവും ഏതാവുന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കൊരു ചോറും കറിയും ഉപ്പേരിയും പപ്പടമൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതാവുമ്പോൾ ഒറ്റയടിക്ക് സിമ്പിളായിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുതിനയും മല്ലിച്ചപ്പും നല്ലത് നോക്കിയിട്ട് അതിനൊന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒക്കെ പൊട്ട സാധനമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ കൊണ്ടു കളഞ്ഞു. ഇനി ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് പൊട്ടയായി പോവും, ഒരു വിധമൊക്കെ പൊട്ടയാണ് ഇത് കേട്ടോ. അപ്പം നല്ലതൊക്കെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടി കുക്കർ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ആളിൻ്റെ പിന്നാലെ നടന്ന് ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും പൊട്ടയായാലും ഇല്ലെങ്കിലും നേരാവാണെങ്കിലും ഇന്ന് അങ്ങോട്ട് ബിരിയാണി ഉണ്ടാക്കാന്നേ. 1/2 കിലോ റൈസ് മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ, ഒക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു നേരത്തിന് നമുക്ക് ധാരാളമാണ് കേട്ടോ. പിന്നെ അതിനനുസരിച്ചുള്ള ചിക്കനേ ഉള്ളൂ, ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതാണ് കേട്ടോ റൈസൊക്കെ അളന്നിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വേണം നമുക്കതൊന്ന് വെള്ളം കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഫുള്ളില്ല, ഒരു 3/4 ഭാഗത്തിനേക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അരിയലും ബെറിയലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചിക്കനിൽ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഒരു ലേശം തൈരുണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് തൈരുണ്ടായിരുന്നില്ല, ഞാൻ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടെ പുരട്ടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. മല്ലിപ്പൊടി എന്തായാലും ഇടണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മറ്റത് ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഓക്കെ, അതിന് പാകത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പുരട്ടി വെക്കുക കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഈ ഒരു മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ചൂട നല്ലതാണ്. നമുക്കിവിടെ ടൈമും ഇല്ലാത്തതുകൊണ്ടും ഈ കറണ്ട് കളിപ്പണി തരും എന്നുള്ളതുകൊണ്ടും നമ്മളിതാ വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇനി കുക്കർ വെച്ചിട്ട് ടപ്പേന്നന്നെ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുക്കർ ഒന്ന് ചൂടാവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കുക്കർ ചൂടായപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. നെയ്യും വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ആർക്കേജും കാര്യങ്ങളും ഇല്ല, ഉള്ളത് വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതാ സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാലും ഇല്ലെങ്കിൽ അത് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വഴൻ്റെ ഒരു 3/4 ഭാഗം ആവണ സമയം കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നൊരു ബ്രൗൺ കളർ ആവണം, നല്ലോണം വഴണം കേട്ടോ, വാടി കിട്ടണം. അതൊന്ന് വഴണ്ട് വരണം, ഒരു ബ്രൗൺ കളറായി വരണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടയണ സമയം കൊണ്ടൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനിയാണ് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നപ്പോൾ ചിക്കനും കൂടെ ഇട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചു. അതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും എത്രയും നല്ലത് ചൂടുവെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചധികം മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇങ്ങനെ പിച്ചി നുറുക്കി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കതൊന്ന് വരണ സമയം കൊണ്ട് റൈസ് കഴുകി വെച്ചിരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒപ്പം ഇട്ട് കൊടുക്കുക, തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങോട്ട് ചൂടുവെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കൂടെ റൈസും ഇട്ട് കൊടുത്തു. ഒരു പകുതി ലെമണിൻ്റെ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ലെമണിൻ്റെ അതങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കഴുകിയതാണ് കേട്ടോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഉപ്പ് ഈ സ്റ്റേജിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേജിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. ബിരിയാണിയുടെ എസൻസാണ് ഞാനൊരു 2-3-4 തുള്ളി ഒഴിച്ചു കൊടുത്തത്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളത് അങ്ങോട്ട് കുക്കർ മൂടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, ഒരു 20-22 മിനിറ്റ്, ഒരു 10-25 മിനിറ്റ് ആവണ്ട, ഒരു 20 മിനിറ്റ് ഓക്കെ. ആ 20 മിനിറ്റ് ആവണതിൻ്റെ ഉള്ളിൽ പ്രഷർ കഴിഞ്ഞിട്ട് നമ്മൾ വിസിൽ വന്നാൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ടാണ് കുക്കർ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്ക്. പക്ഷെ എന്താവും എന്ന് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ സുർക്ക മുളകും സവാളയും കൂടെ സുർക്കയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്ന് കച്ചമ്പറായിട്ട് നമുക്ക് ഇതില്ല, തൈരില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചു. നാരങ്ങാച്ചാർ നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ ആ ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ടൈമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇതുവരെ കറണ്ട് നമ്മൾ ചതിച്ചിട്ടില്ല, കറണ്ട് കൂടെ ഉണ്ട്. ഇനി എപ്പോഴും അത് പോകാമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മളിങ്ങനെ റിസ്ക് എടുത്തിട്ട് ചെയ്യണത്. എന്താ വെച്ചാൽ കറണ്ട് വരുമ്പോഴാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് വേണ്ടപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളോ അതിനുള്ള ബഡ്ജറ്റോ നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ലല്ലോ, നമുക്ക് പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളോ എല്ലാം കൂടെ വെക്കണം. അപ്പോൾ ഈ കറക്റ്റ് സമയത്ത് വീഡിയോ ഇടുകയും വേണം. അതാണ് ഇങ്ങനെ
പരാക്രമം അടിച്ചിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കറണ്ട് ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര വലിയ പാടമൊന്നുമില്ല, നമുക്ക് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ, വീഡിയോ എടുക്കുകയും വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വെച്ചു. ഇനി കിച്ചണൊന്ന് അടിച്ച് വാരി വെച്ചിട്ട് ഞാനിതാ കുക്കർ തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കുക്കർ തുറന്ന സമയത്ത് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അരിയൊന്നും ഒന്നിക്കൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല, എന്ത് കുഴഞ്ഞിട്ട് നമ്മൾ വല്ല തമിഴ്നാട് ബിരിയാണി പോലെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ എന്താ ഇളക്കി മറിച്ച് അതിൻ്റെ ഒരു സന്തോഷം, റെഡി ആയി, അടിയിൽ പിടിച്ചിട്ടില്ല, വെന്തു എന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കണേ. സൂപ്പർ, ദൈവം കാര്യങ്ങളൊക്കെ പാകാം. നമുക്ക് ചൂടോടുകൂടെ കഴിക്കാം അടുത്ത മഴ വരുമ്പോഴേക്കും കേട്ടോ. ഓക്കെ, കണ്ടല്ലേ? ഞാൻ വിചാരിച്ചു കേട്ടാ കയ്യിൽ നിന്ന് പോകും ഭഗവാനേ. ഉഷാറായി കുറച്ചുണ്ടാകും. സൂപ്പർ ആട്ടോ. ഫുഡ് ആയപ്പോൾ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഞാനും കാണകുട്ടിയും പൂജിട്ടും കൂടെയാണ് കഴിക്കുന്നത്. ഷാജേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കിച്ചൺ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. കറണ്ട് പോയിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകുന്ന സമയമായപ്പോഴേക്കും കറണ്ട് വീണ്ടും പോയി. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.